AFC ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ച അലൈൻ ഫുട്ബോൾ ക്ലബ് ടീം അംഗങ്ങളെയും ഒഫീഷ്യൽസിനെയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയിലെ ഖസർ അൽ ബഹറിൽ സ്വീകരിച്ചു. അലൈൻ ക്ലബിന്റെ രണ്ടാമത്തെ വിജയമാണിത്. സ്വീകരണ പരിപാടിയിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി ഒമാനിൽ ശക്തമായ മഴ. ജബൽ അഖ്ദർ, ഇബ്രി, റുസ്താഖ്, അവാബി, ഗാബുറ, സൊഹാർ, ഹംറ, ദോഫാർ എന്നിവിടങ്ങളിലാണ് മഴ പെയ്തത്. ഇന്നു മുതൽ 3 ദിവസം ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. അതേസമയം UAEയിൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. അലൈൻ, ഫുജറ എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. ദുബൈയിൽ നോൽ കാർഡ് ഡിജിറ്റൽ രൂപത്തിലാകുന്നു. സാംസങ് ഫോൺ ഉപയോഗിച്ച് ഫോണിൽ നിന്ന് തന്നെ കാർഡിൽ റീചാർജ് ചെയ്യാവുന്ന സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമയാന മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ച് കുവൈറ്റ് എയർവേസ്. വിമാന സമയം പാലിക്കുന്നതിൽ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക മേഖലകളിൽ കുവൈറ്റ് എയർവേസ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഏപ്രിൽ മാസത്തിലെ പ്രകടനം കണക്കാക്കിയാണ് റിപ്പോർട്ട്. അബുദാബി ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് സ്ട്രീറ്റ് റോഡ് ജൂൺ 10 വരെ അടച്ചിടുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഇരുവശത്തെയും ഇടതുവശത്തെ ലൈനുകളാണ് അടച്ചിടുക. പുലർച്ചെ മുതൽ ജൂൺ 10 5 മണിവരെയാണ് റോഡുകൾ അടച്ചിടുക. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡും ഈ മാസം 10 വരെ ഭാഗികമായി അടച്ചിടും. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി റെയിൻ ലേണിംഗ് ഇനീഷ്യേറ്റീവ് പരിസ്ഥിതി കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ജൂൺ 9 ഞായറാഴ്ച രാവിലെ ദുബായ് ഗിസൈസിലുള്ള അൽ ബുസ്താൻ സെന്ററിലാണ് പരിപാടി. PK അൻവർ നഹ, ബഷീർ തിക്കോട്, അബ്ദുൾ സലാം പാരി തുടങ്ങിയവർ സംസാരിക്കും. 2023 വർഷത്തിൽ അബുദാബിയിൽ 3391 ഭക്ഷണശാലകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം. 27,895 ഭക്ഷണശാലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അധികൃതർ വ്യക്തമാക്കി. മലയാളി യുവാവ് ബഹ്റിനിൽ മരിച്ചു. കോഴിക്കോട് വെല്യാപ്പള്ളി സ്വദേശി ഫാസിൽ പൊട്ടങ്കണ്ടിയാണ് മനാമ സൂക്കിലെ താമസ സ്ഥലത്ത് ഹൃദയസ്തംഭനം മൂലം മരിച്ചത്. 28 വയസ്സായിരുന്നു. വില്യാപ്പള്ളി ചേരിപ്പോയിൽ പൊട്ടങ്കണ്ടി മൊയ്തുവിന്റെ മകനാണ്. മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് ബഹ്റിൻ KMCC അറിയിച്ചു.